ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലനോട് ദേവി ചോദിക്കുകയാണ്, എന്താ ബാലേട്ടാ, ബാലേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ ദേവി, ഞാൻ പറയുന്ന കാര്യങ്ങൾ ദേവി ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണം. നമ്മൾ ഇത്രയും നാൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. കുടുംബം ഒരു കരയ്ക്കെത്തിക്കാൻ വേണ്ടി, നമ്മുടെ അനിയന്മാരെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ആ കഷ്ടപ്പാട് എന്തിനാണ് ചെയ്തതെന്നറിയാവോ? നമ്മൾ വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കിടപ്പിലാകുമ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ, അല്ലെങ്കിൽ നമ്മുടെ സഹായത്തിന് അവർക്ക് ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ അതൊക്കെ വെറുതെ ആയി പോയെന്ന് ഇപ്പം എനിക്ക് തോന്നുകയാണ് ദേവി. നമ്മളെ നോക്കാനോ നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനോ അവരുണ്ടാവില്ല, അതുറപ്പാ. അതുകൊണ്ട് തന്നെ ദേവി, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കിവിടുന്ന് പോകാം, ദൂരേക്ക്, അങ്ങ് ദൂരേക്ക്. ഇനി തിരിച്ചു വരാൻ പറ്റാത്തൊരു രീതിയിൽ നമുക്ക് പോയേക്കാം ദേവി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ പല കാര്യങ്ങളും രഹസ്യമായിട്ട് തന്നെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് ദേവിയാണെങ്കിൽ ആകെ ഞെട്ടി വരച്ച് നിൽക്കുന്നു. ബാലേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് ദേവി നിൽക്കുന്നത്. അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് ആകെ സങ്കടം തോന്നി. അപ്പോൾ ദേവിയാണെങ്കിൽ ബാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നും പറയില്ലല്ലോ. അങ്ങനെ ബാലേട്ടനും ദേവിയും കൂടി അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ട് ആ മാഞ്ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അവർ രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുകയാണ്. ബാലേട്ടൻ പറയുന്നത് ദേവിയും, ദേവി പറയുന്നത് ബാലേട്ടനും അനുസരിക്കും എന്നുള്ള ഉറപ്പ് അങ്ങനെ വരുത്തിക്കൊണ്ട് തന്നെയാണ് അവരങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം കരഞ്ഞ് പറയുകയാണ്. ദേവിയും അതേപോലെ തന്നെ. അപ്പോൾ ശാന്തി പ്രസാദമായിട്ട് വരികയാണ്. അപ്പോൾ ശാന്തി പ്രസാദമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും, എന്താ ബാല, നിങ്ങൾ രണ്ടുപേരുടെയും മുഖത്ത് വല്ലാത്ത സങ്കടം ഉണ്ടല്ലോ, എന്താ പറ്റിയത്? കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഏയ്, പ്രശ്നമൊന്നുമില്ല. അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാം ദൈവത്തോട് പറഞ്ഞാൽ മതി. ദൈവം എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ മാറ്റിത്തരും. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ പിന്നെ നിങ്ങളെ നോക്കാതിരിക്കാനായിട്ട് ദൈവത്തിന് പറ്റുമോ? നിങ്ങൾ പറയുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ആശ്വാസപ്പെടുത്തുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ ദേവിയും ബാലനും കൂടി ചെന്നിട്ട് ആ കൗണ്ടറിൽ ചെന്നിട്ട് ഓരോരോ വഴിപാടുകൾ കഴിക്കാൻ വേണ്ടി, ഇന്ന ആൾക്ക് വേണ്ടി പുഷ്പാഞ്ജലി കഴിക്കണമെന്നും പറയുകയാണ്. അപ്പോൾ പേരും നാളൊക്കെ പറയാനായിട്ട് പറയുകയാണ്. അപ്പോൾ ശിവൻ്റെ പേരും അതേപോലെ തന്നെ അഞ്ജലിയുടെ പേരും പറയുകയാണ്. അവർക്ക് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പു, ഹരികൃഷ്ണൻ, ദേവിക, അങ്ങനെ എല്ലാവർക്കും വേണ്ടി പുഷ്പാഞ്ജലി കഴിപ്പിക്കാനായിട്ട് എഴുതി കൊടുക്കുകയാണ്. അപ്പോഴാണ് ദേവിയുടെ അടുത്ത് ഒരു അമ്പലത്തിൽ വന്ന ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നത്. അല്ല ദേവി, ദേവിയെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, അഞ്ജു ഗർഭിണിയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. വളരെയേറെ സന്തോഷമായ കാര്യമാണ്. ഞാൻ ഈ ഇടയ്ക്ക് സാവിത്രിനെ കണ്ടായിരുന്നേ. സാവിത്രിനെ കണ്ടപ്പോഴേ സാവിത്രിയാണ് പറഞ്ഞത് കാര്യങ്ങളല്ല. സാവിത്രി പറഞ്ഞു അഞ്ജുവിനെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന്. 7 മാസമായോ അഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ സമയമായോ? ഇതൊക്കെ കേട്ട ദേവിയാണെങ്കിൽ 7 മാസമൊന്നും ആയിട്ടില്ല, 4 മാസമായിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ളൂ. അല്ല, സാവിത്രി എന്നോട് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വിചാരിച്ച് ഡേറ്റ് ആയെന്ന്, അതുകൊണ്ടായിരിക്കുമെന്ന്. അല്ല, സാവിത്രിക്ക് ഒറ്റൊരു മോളല്ലേ ഉള്ളു. അപ്പോൾ ആ മോളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ടും കരുതലെടുക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ബാലനും വരികയാണ്. ഏതായാലും നിങ്ങളുടെ കുടുംബത്തിൽ ഇനി ഒരു കുഞ്ഞും കൂടി ഉണ്ടാകാനായിട്ട് പോവുകയല്ലേ, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാം എന്നും പറഞ്ഞ് ഇവരങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശിവനെയാണ്. അപ്പോൾ ശിവൻ്റെ അടുത്തും അഞ്ജുൻ്റെ അടുത്തും നേരെ ശങ്കരമാമ വന്നിരിക്കുകയാണ്. അപ്പോൾ ശങ്കരമാമന് ചായ കൊടുക്കുകയാണ് നമ്മുടെ അഞ്ജു. അപ്പോൾ ശങ്കരമാമയാണെങ്കിൽ, മോളെ, മോളുടെ അമ്മയ്ക്ക് ഒരേ വാശിയാണ്, മോളെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലണമെന്ന്. അല്ല, കൂട്ടിക്കൊണ്ടുവരാൻ ഡേറ്റ് ഒന്നും ആയില്ല, പക്ഷെ എന്നാലും അവൾക്കൊരു മനസ്സമാധാനം ഇല്ല. അവൾ എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു വന്നോന്ന്. അപ്പോൾ ശിവനാണെങ്കിൽ, അതെങ്ങനെയാണ് ശങ്കരമാമ, 7-ാം മാസത്തിലല്ലേ കൂട്ടിക്കൊണ്ട് പോകേണ്ടത്, അപ്പോൾ ഇത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അതൊക്കെ തന്നെയാണ് നാട്ടുനടപ്പ്. പക്ഷെ ഇനിയിപ്പോൾ നാട്ടുനടപ്പ് നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ ശിവ. ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ കുതിച്ചു വരികയല്ലേ. വീടിൻ്റെ സ്വത്ത് ഭാഗം വയ്ക്കൽ, കണ്ണന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ, അങ്ങനെ അതും ഇതുമായിട്ട് ആകെ കുളം കലങ്ങി കിടക്കുകയല്ലേ. ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അഞ്ജുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സാവിത്രി അത് തന്നെയാണ് പറയുന്നത്. ശങ്കരമാമ, അങ്ങനൊരു പ്രശ്നമില്ല.
പിന്നെ സ്വത്ത് ഭാഗം വയ്ക്കല് അത് അത്ര പെട്ടെന്ന് നടക്കുമെന്നൊന്നും തോന്നില്ല. അതിനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിൽ വലിയ പ്രശ്നമൊന്നും കാണണ്ട ശങ്കരമാമ. ആ, അങ്ങനെ ആയാൽ കൊള്ളാം. അല്ല, കണ്ണൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പിന്നെ അഞ്ജുവിനും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. ഏതായാലും ബാലൻ ദേവി വരട്ടെ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുമ്പോഴാണ് ബാലൻ ദേവി അങ്ങോട്ട് വരുന്നത്. ആഹാ, ഇതാരാ വന്നിരിക്കുന്നത്, അമ്മാമയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോട് തന്നെ സംസാരിക്കുകയാണ്. അല്ല അമ്മാമ്മേ, പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള അല്ല, ഞാനേ അഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം പറയാൻ വേണ്ടി വന്നാണ്. ഇപ്പോഴയോ? അതെന്താ ഇപ്പം തന്നെ അഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം പറയാൻ വേണ്ടി വന്നേ? 7ാം മാസത്തിലല്ലേ കൂട്ടിക്കൊണ്ടു പോകുന്നത്? അല്ല, സാവിത്രി അവിടെ ഓരോ നിർബന്ധം കാണിക്കുന്നു, എത്രയും പെട്ടെന്ന് അഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വരണേട്ടോ. അപ്പോൾ ബാലനും പറയുകയാണ്, അല്ല അമ്മാമ്മേ, അങ്ങനെയല്ലല്ലോ നാട്ടു നടപ്പ്. 7ാം മാസം ആവട്ടെ, 7ാം മാസം ആയിട്ട് ഇവിടെ നല്ല വലിയൊരു ചടങ്ങൊക്കെ വെച്ച് അതിനുശേഷം അഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അതിനിവിടെ ആരും തടസ്സം വെക്കുന്നില്ല. പക്ഷേ അതുവരെ അതിനു മുമ്പ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ലല്ലോ. സാവിത്രി അമ്മയോട് പറ, അമ്മായിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതുവരെ അഞ്ജുവിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ സമാധാനിപ്പിക്കുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശങ്കരമാമയാണെങ്കിൽ, ആ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. അതിൽ പരം സന്തോഷം ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് ദേവിയോടും എല്ലാവരോടും ചോദിക്കുകയാണ്. അയ്യോ, അത്ര പെട്ടെന്ന് പോയാലോ, ഗ്ലാസ് ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടേ ചായ കുടിച്ചു. എങ്കിൽ പിന്നെ ശിവൻ കൊണ്ടാക്കി തരും. വേണ്ട ശിവൻ കൊണ്ടാക്കി തരുമെന്നും വേണ്ട, ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാം. അപ്പം അഞ്ജുവിനോട് ബാലൻ, അഞ്ജു പോയി ആ കീ എടുത്തിട്ട് വാ. അങ്ങനെ അഞ്ജു കീ എടുക്കാനായിട്ട് പോവുകയാണ്. ദേ അമ്മാമ്മേ, ഇവിടെ വണ്ടിയുണ്ടല്ലോ, വണ്ടി ഉള്ളപ്പോൾ അമ്മാമ്മ എന്തിനാ വെറുതെ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നത്? ഇവിടെ ഒരു വണ്ടി മേടിച്ചിട്ടിരിക്കുന്നത് നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയാണ്, അല്ല ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയൊന്നല്ലല്ലോ. അങ്ങനെ അഞ്ജു താക്കോൽ എടുത്തുകൊണ്ട് വരികയാണ്. ശിവൻ ശങ്കരമാമയും കയറ്റിയിട്ട് നേരെ കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ ദേവിയും ബാലനും നേരെ അകത്തേക്കും കയറി പോവുകയാണ്. അപ്പോൾ അഞ്ജുവിന് വല്ലാത്തൊരു സങ്കടം. അങ്ങനെ അടുക്കളയിൽ കയറിയെന്ന് നമ്മുടെ ദേവിയാണെങ്കിൽ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് തീർന്നതെന്ന് അറിയാൻ വേണ്ടി ഭയങ്കരമായിട്ട് നോക്കിയാണ്. അതിനുശേഷം ബാലനെ വിളിച്ചിട്ട്, അത് പിന്നെ ബാലേട്ടാ, ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഇല്ലാത്തത് അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. ഞാൻ പറയുന്ന സാധനങ്ങളുടെ പേരൊക്കെ ഒന്ന് എഴുതിയെടുക്കാവോ ബാലേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ ഓരോരോ സാധനങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അഞ്ജു ആണെങ്കിൽ ടാബ്ലറ്റ് കഴിക്കുകയാണ്. ടാബ്ലറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവി അങ്ങോട്ട് വരികയാണ്. ദേവി അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്ത് കാര്യം? അത് പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ അച്ഛനോട് അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? അല്ല, 7ാം മാസത്തിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ. അത് പിന്നെ ഞാൻ പറഞ്ഞ തെറ്റാണോ അഞ്ജു? ഞാൻ പറഞ്ഞാൽ ശരി തന്നെയല്ലേ? അഞ്ജുനെ പിന്നെ 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോകണ്ടേ? അതല്ല അതിൻ്റെതായ ശരി. വേണ്ട, ഞാൻ ഈ സാന്ത്വനം വിട്ട് എങ്ങോട്ടും പോകില്ല. ഞാൻ 7ാം മാസത്തിൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. എന്നെ ദേവിയെടുത്ത് നോക്കിയാൽ മതി. എൻ്റെ പ്രസവവും ഇവിടെ തന്നെ ആയിരിക്കും. എൻ്റെ കുഞ്ഞിനെ ദേവിയെടുത്ത് കൈകൊണ്ട് സ്വീകരിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. കാരണം അപ്പു ഇതേപോലെ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം അപ്പുവിൻ്റെ സ്വഭാവം മാറി. അപ്പോൾ അഞ്ജുനോട് ദേവിയാണെങ്കിൽ, അഞ്ജു അതല്ല, നാട്ടു നടപ്പ് അങ്ങനെയല്ലേ? 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോലും പിന്നെ നാട്ടു നടപ്പ്. ഞാനൊരു നാട്ടു നടപ്പിനുമില്ല. എന്നെ ദേവിയേച്ചി എന്നെ നോക്കിയാൽ മതി, അതെനിക്കിഷ്ടം. അങ്ങനെയല്ല അഞ്ജു. സാവിത്രി അമ്മായി എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയെന്നറിയാവോ? നീ ഒരു പെൺകുട്ടിയല്ലേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ട് ഒറ്റൊരു മോള്. അപ്പോൾ ആ മോളുടെ കാര്യം നന്നായിട്ട് തന്നെ നോക്കണമെന്ന് സാവിത്രി അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ആ അമ്മയെ വേദനിപ്പിക്കാമോ? നിന്റെ കുഞ്ഞിനെ താലോലിക്കണമെന്നും വളർത്തണമെന്നും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ 7ാം മാസത്തിൽ അമ്മ വരാൻ നേരത്തെ സന്തോഷത്തോടെ പോകണം. ഇല്ല ദേവേച്ചി, എനിക്കതിനെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. നീ എന്തിനാ അഞ്ജു ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ ദേവൂട്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയത് കൊണ്ടാണോ? അതൊന്നും കാര്യമാക്കണ്ട, നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് മാറിക്കോളും. നീ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി. അമ്മ വരാൻ നേരത്ത് എതിർവാക്കുകളൊന്നും പറയാനായിട്ട് പാടില്ല. 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ നേരത്ത് സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ കൂടെ പോകണം. ഇതാണ് എൻ്റെ ആഗ്രഹം. നീ ആഗ്രഹം സാധിച്ചു തരും തന്നെ എൻ്റെ വിശ്വാസം, ഒരു പ്രശ്നമില്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയോട് നിന്ന് പോവുകയാണ്. അപ്പം അഞ്ജു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജുവിന് സങ്കടം തോന്നി. പക്ഷേ അഞ്ജുവിൻ്റെ വാക്കുകൾ
ദേവിയുടെ മനസ്സിലിങ്ങനെ തറച്ചു കയറുകയാണ്. ദേവിക്കും സങ്കടമൊക്കെ ഉണ്ട്, അഞ്ജുവിനോട് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് കണ്ണനെയാണ്. അപ്പോൾ കണ്ണൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ധൃതിക്ക് ഓടി വന്ന് കൈയൊക്കെ കഴുകി നേരെ ടേബിളിൻ്റെ പുറത്തിരിക്കുക, ടേബിളിൻ്റെ കസാരയിലിരിക്കുകയാണ്. കസാരയിലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പാത്രം നേരെ കണ്ണൻ്റെ മുന്നിലേക്ക് വെച്ചിട്ട് ദേവിയെടുത്തി ദേവിയെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. ദേവിയാണെങ്കിൽ വിളി കേൾക്കുന്നുമില്ല. അപ്പോൾ വീണ്ടും ദേവിയെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഞ്ചു ഓടി വന്നിട്ട് എന്താ കണ്ണാ നീ എന്തിനാ കിടന്നിങ്ങനെ കൂകുന്നത്? അതിന് ഞാൻ കുഞ്ഞേടത്തിയല്ലല്ലോ വിളിച്ചത്, ഞാൻ ദേവേട്ടത്തിയല്ലേ വിളിച്ചത്. ആ തന്നെ ഞാൻ ചോദിച്ചത്, നീ എന്തിനിങ്ങനെ വിളിച്ച് വിളിച്ച് കൂകുന്നത്? പതുക്കെ വിളിച്ചാൽ പോരെ. ആ ദേവേട്ടത്തെ കണ്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിളിച്ചത് എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു കൂകേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞേടത്തിൻ്റെ കാര്യം നോക്കിയാൽ മാത്രം മതി, എൻ്റെ കാര്യത്തിൽ കയറി കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട. ഓഹോ, നീ അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണോ? കണ്ണാ, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കില്ല. എനിക്കിവിടെ വിളമ്പിത്തരാൻ ആരും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ദേവേടത്തെ വിളിച്ചത്. അപ്പം എന്നാ ഞാൻ വിളമ്പി തന്നാൽ നിനക്ക് പറ്റില്ലേ? വേണ്ട, എനിക്ക് കുഞ്ഞേടത്തിയല്ലല്ലോ വിളമ്പി തരാറ്, എനിക്ക് ദേവിയെടുത്തിയല്ലേ വിളമ്പി തരാറ്, ദേവിയെടുത്ത് തന്നെ വിളമ്പി തന്നാൽ മതി എന്ന് കണ്ണൻ ഭയങ്കര വാശിയോടുകൂടി പറയാണ്. അപ്പോൾ ദേവി വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം? അല്ല, ഈ കണ്ണൻ പറയുവാണ് ഞാൻ വിളമ്പി കൊടുത്താൽ പോരാ, ദേവിയെടുത്ത് തന്നെ വിളമ്പി കൊടുക്കണമെന്ന്. ഇവിടെ കിടന്ന് കൂകല് അത് ചോദിച്ചതിന് അവൻ എൻ്റെ കൂടെ മെക്കിട്ട് കയറുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ണാ എന്തിനാ നീ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഞാൻ ദേവേട്ടത്തിയെ വിളിച്ചത്, അതിന് കുഞ്ഞേട്ടത്തി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ദേവേട്ടത്തിയില്ല എനിക്ക് വിളമ്പി തരാറ്, അതിനിപ്പോൾ ആര് വിളമ്പി തന്നാലോ എന്താ? അല്ലെങ്കിൽ നിനക്ക് എന്തിനാ വിളമ്പി തരുന്നത്? അവിടെ പാത്രം ഇരിക്കുന്നുണ്ട്, എല്ലാ സാധനങ്ങളും മേശപ്പുറത്ത് നിരത്തിയും വെച്ചിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാൻ പാടില്ലേ? ഇപ്പോൾ ഞാൻ തന്നെ വിളമ്പി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ്. അപ്പോൾ കണ്ണനാണെങ്കിൽ അപ്പോൾ ദേവിയെടുത്തിയല്ലേ എനിക്ക് വിളമ്പി തരാറ്, ഇപ്പം എനിക്ക് വിളമ്പി തരാനായിട്ട് സൗകര്യമില്ലെന്നേ, അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അങ്ങനെ വിളമ്പി തരാതെ ഇപ്പം ദേവിയെടുത്ത് എവിടെ പോകുന്നു? അത് പിന്നെ ഞാൻ പോയാൽ എന്ത്, പോയില്ലെങ്കിൽ എന്ത്? നിനക്ക് വിശക്കുന്നുണ്ടോ? നീ എടുത്ത് വിളമ്പി കഴിച്ചാൽ മാത്രം പോരാ, ആ പാത്രം കഴുകിയും വെക്കുക, അതാണ് ചെയ്യേണ്ടത്. ദേവേട്ടത്തി എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെയല്ലായിരുന്നല്ലോ. അതെ, അങ്ങനെയല്ലായിരുന്നു. ഇനി നിന്റെ കാര്യം നീ നോക്കിയാൽ മതി. നീ ഹോസ്റ്റലിൽ എങ്ങനെയായിരുന്നു? നിന്റെ പാത്രം നീ തന്നെയല്ലേ കഴിവെക്കാറ്? അതേപോലെ തന്നെ ഇവിടെയും ചെയ്താൽ മതി. വിശക്കുമ്പോൾ നല്ല ഉരുട്ടി നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, പക്ഷേ അതുണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് നിനക്കറിയാവോ? അതറിയണമെങ്കിൽ ഒന്ന് ചിന്തിക്കണം. അതുകൊണ്ട് വേണമെങ്കിൽ നീ കഴിച്ചിട്ട് പോയാൽ മതി, നിനക്ക് വേണമെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ദേവി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ദേവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും മഞ്ജു ആണെങ്കിൽ നല്ല പണി കൊടുക്കുകയാണ് കണ്ണനിട്ട്. കണ്ണാ, ഇപ്പം മനസ്സിലായല്ലോ, നീയേ വേണമെങ്കിൽ വിളമ്പി അങ്ങോട്ട് കഴിച്ചാൽ മതി, അല്ലെങ്കിലേ ഇട്ടിട്ട് പോകാനായിട്ട് നോക്ക്. അവന് വാചകം അടിക്കാൻ മാത്രമേ അറിയുള്ളൂ, മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനും നന്നായിട്ട് അറിയാം, അവന് വിളമ്പി തിന്നാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചും പോവുകയാണ്. ദേഷ്യം വന്ന കണ്ണനാണെങ്കിൽ പാത്രവും വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ദേവി ഈ കാഴ്ച കാണുകയാണ്. അപ്പോൾ അഞ്ചു നേരെ വന്നിട്ട് എന്താ പറ്റിയ ദേവിയെടുത്തി? അത് പിന്നെ അവനൊന്നും കഴിക്കാതെ പോയല്ലോ, ദൈവമേ അവന് സങ്കടമായി കാണും. ഇത്തിരി സങ്കടം ആവട്ടെ, കഴിക്കണ്ട, ഇപ്പം ഒരു നേരം കഴിച്ചില്ലെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല, അത്രയ്ക്കും അഹങ്കാരമല്ല അവന്, അതുകൊണ്ട് അവൻ കഴിക്കണ്ട എന്ന് അഞ്ചും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ദേവിക്കത് സഹിക്കാനായിട്ട് പറ്റും. ദേവി ഇങ്ങനെ സങ്കടത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.